ഏതെങ്കിലും ചാൻസിൽ രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോ അവിടെ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് വരും കേട്ടോ. മുഅത്തദ് യുദ്ധത്തിൽ 92ഓളം മുറിവുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ട് വിട പറഞ്ഞ ജഅഫർ തങ്ങള്, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങള് നമ്മളെ കടത്തി വിടൂല. അവിടുന്ന് പറയും, അല്ലാഹ് ഞങ്ങൾ ശരീരം കൊടുത്തു വളർത്തി വലുതാക്കിയത് ഇവര് ഫ്രീക്കിന്റെ പേരിൽ നശിപ്പിച്ചവരാണല്ലോ. റബ്ബെ അടിച്ചുപൊളിയുടെ പേരിൽ അല്ലെങ്കിലോ ന്യൂ ജനറേഷൻ ട്രെൻഡിന്റെ പേരിൽ ആ ദീനെ നശിപ്പിച്ചവരാണ് റബ്ബെ എന്ന് പറഞ്ഞ് നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു സമയം വരാനുണ്ട്. പടച്ച റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്കറിയുമോ ബീവി സുമയ്യ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് വേണ്ടി ഈ ദീനിനു വേണ്ടി മരുഭൂമിയിൽ പരസ്യമായി നഗ്നയാക്കപ്പെട്ടപ്പോഴും അല്ലാ അല്ലാ എന്ന് വിളിച്ചു ഈ ലോകത്തോട് വിട പറഞ്ഞ മഹദിയാണ്. മസ്ജിദുൽ ഹറാമിന്റെ പഴയ 92ാമത്തെ കവാടത്തിലൂടെ പുറത്തിറങ്ങിയിട്ട് തൻഈമിലേക്ക് വണ്ടി കയറുന്ന സ്ഥലത്ത് നോക്കിയാൽ വിശാലമായൊരു ഗ്രൗണ്ട് കാണാം. അവിടെ പരിചയമുള്ളവർ പറയുന്നു അവിടെയാണ് സുമയ്യ ബീവിയെ പീഡിപ്പിക്കപ്പെട്ടതോ. ആ സ്ഥലത്ത് വെച്ചാണ് ആ മണൽത്തരികൾക്ക് സുമയ്യ ബീവിയെ അറിയാം. അബൂജഹലും കിങ്കരന്മാരും മരുഭൂമിയിലങ്ങ് മലർത്തിക്കിടത്തിയിട്ട് സുമയ്യ ബീവിയുടെ ശരീരത്തിൽ ചുട്ടുപഴുത്ത കമ്പി കൊണ്ട് വേദനിപ്പിക്കുമ്പോഴും അവിടുന്ന് ഈമാൻ വിട്ടിട്ടില്ല, അവിടുന്ന് അല്ലാഹനെ മറന്നിട്ടില്ല. അവസാനം ചുട്ടുപഴുപ്പിച്ച കമ്പിയതാ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലെ വംശളമായ ഭാഗത്ത് വെക്കുമ്പോ, അവിടുത്തെ മാറിടത്തിൽ വെക്കുമ്പോ, വയറ്റിന് വെക്കുമ്പോ ആ മാംസമുരുകിയൊലിക്കുന്ന വെള്ളം കൊണ്ട് ആ കമ്പി അങ്ങ് തണുത്തു പോവുകയാ. അവസാനം മൂർച്ചയുള്ള ഒരു കമ്പി എടുത്തു പരിപൂർണ നഗ്നയാക്കി കടത്തിയ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യസ്ഥാനത്തിലൂടെ അടിച്ചങ്ങ് കയറ്റി കൊന്നുകളയുന്നു. ആ സുമയ്യ ബീവി പോയ സ്വർഗത്തിൽ നിന്റെ ന്യൂ ജനറേഷൻ ട്രെൻഡും കൊണ്ട് കടക്കാൻ കഴിയുമോ പെങ്ങളെ? ആ സുമയ്യ ബീവി നിന്നെ സ്വർഗത്തിലേക്ക് വിടുമോ മോളെ? അവര് പറയൂലേ, അല്ലാഹ് ഞങ്ങൾ ശരീരം കൊടുത്തു വളർത്തിയത് ഈ ആധുനിക കാലത്തിലെ റംലമാർ, ആധുനിക കാലത്തിലെ സുമയ്യമാർ, ആധുനിക കാലത്തിലെ ഫാത്തിമമാർ നശിപ്പിച്ചു അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വർഗപ്രവേശം തടയുന്ന ഘട്ടം വരൂലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമുക്ക് സ്വർഗം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ. ഇതുവരെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. കാരണം അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന് ഒരു അടിമയെയും ശിക്ഷിക്കുന്നത് ഇഷ്ടമല്ല, അല്ലാഹുവിന് അത് തൃപ്തിയുള്ള കാര്യമല്ല. മറിച്ച് അല്ലാഹ് പറയുന്നു, ചോദിച്ചോളൂ, ഞാനങ്ങ് പുറത്തു